അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മാറാടി പഞ്ചായത്തിലെ MC റോഡിൽ മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ച പഞ്ചായത്ത്. ഉന്നക്കുമ്പ ഭാഗത്ത് 31 ചാക്കുകൾ വേസ്റ്റുകൾ തള്ളിയ ആൾക്കെതിരെ 1 ലക്ഷം രൂപ പിഴ ചുമത്തി. മാറാടി പഞ്ചായത്തിലെ MC റോഡിൽ ഉന്നക്കുമ്പ ഭാഗത്ത് 31 ചാക്കിൽ വേസ്റ്റ് തള്ളിയ ആൾക്കെതിരെ 1 ലക്ഷം രൂപ പിഴ ചുമത്തിയത്. മൂവാറ്റുപുഴ മാർക്കറ്റിൽ നിന്നുള്ള പച്ചക്കറി വേസ്റ്റും ഭക്ഷണ അവശിഷ്ടങ്ങളും അതിഥി തൊഴിലാളികളുടെ അടിവസ്ത്രം ഉൾപ്പെടെ ചാക്കുകണക്കിന് വേസ്റ്റുകളാണ് ഉന്നക്കുമ്പ ഭാഗത്ത് രാത്രിയിൽ നിക്ഷേപിച്ചത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ രതീഷ് ചെങ്ങാലിമറ്റം, പഞ്ചായത്ത് സെക്രട്ടറി ലിജോ ജോൺ, ഹരിതകർമ്മ സേന അംഗങ്ങളും ചേർന്നാണ് മാലിന്യം നിക്ഷേപിച്ച കുറ്റക്കാരെ കണ്ടെത്തിയത്. മാറാടി പഞ്ചായത്തിൽ വേസ്റ്റ് നിക്ഷേപിച്ചവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഈസ്റ്റ് മാറാടി ഉന്നക്കൂപ്പയിൽ ശുചിമുറി മാലിന്യം തള്ളിയ വണ്ടി കസ്റ്റഡിയിലെടുക്കുകയും കുറ്റവാളിക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. കായനാട് പാടം മലിനമാക്കിയ പന്നിഫാം ഉടമയിൽ നിന്ന് 50,000 രൂപ പിഴ ഈടാക്കി. കായനാട് ഗ്രൗണ്ടിന് സമീപം മാലിന്യം തള്ളിയ അധ്യാപികയ്ക്കെതിരെ മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ കേസ് ഫയൽ ചെയ്തു. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത് തടയുന്നതിന് പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ 18 AI നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ശ്രേഷ്ഠ ബസേലിയോസ് പൗലോസ് സെക്കൻഡ് പാവായുടെ നാമധേയത്തിലുള്ള കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ വിവിധ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college@gmail.com.